എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയതായി പോകാൻ പോകുന്ന സ്ഥലം ഹംപിയിലേക്കാണ്. അപ്പോൾ ഹംപിയിലേക്ക് പോകാൻ വേണ്ടി മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഹംപിയിലേക്ക് പോകുന്നത്. വൈകിട്ട് 6:45 ഹംപി എക്സ്പ്രസ്സിനാണ് ഹംപിക്ക് പോകുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഹംപിയിലേക്ക് പോകാൻ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു റൂട്ടാണ് ഈ മൈസൂരിൽ നിന്ന് എല്ലാ ദിവസവും വൈകിട്ട് 6:45 ഹംപി എക്സ്പ്രസ്. ഹംപി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഹംപി വരെയല്ല, ഹംപി വരെ പോകുന്നില്ല. ഹംപിക്ക് 15 കിലോമീറ്റർ അകലെയുള്ള ഹോസ്പേട്ട് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം. ആ ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിന്നെ ബസ്സിന് ഒരു 15 കിലോമീറ്ററോളം പോയാലാണ് ഹംപിയിൽ എത്തിച്ചേരുക. അപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് മൈസൂരിൽ നിന്നും ഈ ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷനിൽ വരെ എത്തി അവിടെ നിന്ന് ഹംപി വരെ ബസ്സിന് പോകുന്ന കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുക. അതിനുശേഷം ഉള്ള വീഡിയോയിൽ ഹംപിയിലെ വിശേഷങ്ങൾ കാണുകയും ചെയ്യാം. ഇതാണ് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട കെട്ടിട സമുച്ചയം. മൈസൂർ ഒരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. നമ്മൾ ഹംപിക്ക് പോകുന്ന ട്രെയിൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോകുന്ന ഹംപി എക്സ്പ്രസ് കേട്ടോ. അങ്ങനെ മൈസൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 6 മണിയാകാൻ പോകുന്നതേ ഉള്ളൂ. 6:50 ഈ ട്രെയിൻ എടുക്കുന്നത്. ഞാൻ സീറ്റൊക്കെ അവിടെ പിടിച്ച് ബാഗൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. 6:50 ഇവിടുന്ന് എടുക്കുന്ന, മൈസൂരിൽ നിന്ന് എടുക്കുന്ന ഈ വണ്ടി ഹോസ്പേട്ട് എന്ന് പറയുന്ന ഹംപിക്കടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ രാവിലെ 7 മണിയാവും. അപ്പോൾ ഒരു കുറച്ച് നേരം കൂടി ഇരുട്ടാകുന്നിടം വരെ നമ്മൾ ഈ വീഡിയോ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് രാവിലെയുള്ള വീഡിയോ ആണ് ഇതിന് ഭാഗത്തോട് തുടർന്നിട്ടുണ്ടാവുക. ഓക്കെ. ഈ മൈസൂരിൽ നിന്ന് 175 രൂപയാണ് ഈ പറഞ്ഞ ഹോസ്പേട്ട് എന്ന് പറഞ്ഞ ഹംപിക്കടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഈ ട്രെയിൻ ഹുബ്ലി വരെ പോകുന്ന ട്രെയിനാണ്. 6:50 തന്നെ ട്രെയിൻ നീങ്ങിത്തുടങ്ങി. ഇരുട്ട് വീണിരിക്കുന്നു. ഇനി രാവിലെയുള്ള കാഴ്ചകൾ എവിടെ നിന്നാണെന്നറിയില്ല. ആ കാഴ്ചകൾ വരുന്നിടം വരെ നമ്മൾ രാത്രിയിലായിരിക്കും. അപ്പോൾ ഉറക്കത്തിലേക്ക് പതുക്കെ കടക്കാം. രാവിലെ ഉണർന്നപ്പോൾ ബെല്ലാരി സ്റ്റേഷൻ നമ്മുടെ ട്രെയിൻ കടന്നു കഴിഞ്ഞിരുന്നു. ബെല്ലാരി വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. എല്ലാ വിധത്തിലുള്ള പച്ചക്കറികളും കൃഷി ചെയ്യുന്ന ഒരു പ്രദേശം. കിലോമീറ്ററുകളോളം സമതല പ്രദേശമാണ് ഇത്. ചില സ്ഥലങ്ങളിൽ കൃഷി വിളവെടുക്കാനായിരിക്കുന്നു, ചില സ്ഥലത്ത് നിലം ഒരുക്കിയിട്ടിരിക്കുന്നു. ദൂരെ സൂര്യകാന്തി പൂത്തു നിൽക്കുന്നു. വളരെ ഗംഭീരമായ കാഴ്ച. ബെല്ലാരിയെക്കുറിച്ച് മലയാളികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ചോളം പാടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എത്ര മനോഹരമായ പ്രദേശം. ഇവിടെ നിന്നും ഇനി ഏകദേശം 60 കിലോമീറ്ററോളം ഓടണം ഹോസ്പേട്ട് എന്ന് പറഞ്ഞ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്. ഈ പടുകൂറ്റൻ വൈദ്യുത ടവറുകൾ നിങ്ങൾ കണ്ടില്ലേ? ഇത് ഈ ബെല്ലാരിയുടെ സമീപ പ്രദേശങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്.
ഇരുമ്പ് ഉരുക്ക് വ്യവസായത്തിന് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പേരുകെട്ട സ്ഥലമാണ് ബെല്ലാരിയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും. വളരെ മനോഹരമായ ഭംഗിയുള്ള സ്ഥലത്തുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ അകലെയായി പുകതുപ്പുന്ന വൻ വ്യാവസായിക ശാലകളുടെ കുഴലുകളും നമുക്ക് കാണാം. ഇരുമ്പുരുക്ക് വ്യവസായത്തിന് അതിപ്രശസ്തരായ രാഷ്ട്രീയക്കാർ ഉള്ള ഒരു പ്രദേശമാണ് ബെല്ലാരി. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ രീതിയിലുള്ള വിവാദങ്ങളും പലപ്പോഴും നമ്മൾ കേൾക്കാറുമുണ്ട്. പ്രകൃതി എത്രയധികം ഭംഗിയായിട്ടാണ് ഈ പ്രദേശത്തെ സൃഷ്ടിച്ചതെന്ന് ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കരുതിപ്പോകും. പാടങ്ങൾ, അങ്ങകലെ ചെറിയ മൊട്ടക്കുന്നുകൾ, വളരെ ദൂരെ വ്യവസായശാലകളുടെ വലിയ ഒരു കൂട്ടം, പൂത്തുലഞ്ഞു നിൽക്കുന്ന വിളഞ്ഞു നിൽക്കുന്ന ചോളപ്പാടങ്ങൾ. അങ്ങനെ ബെല്ലാരിയുടെ പ്രദേശങ്ങൾ പിന്നിട്ട് അധികം താമസിയാതെ നമ്മൾ ഹോസ്പേട്ട് എന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. നിരവധി വീഡിയോകൾ ഞാൻ എടുത്തെങ്കിലും ഈ വീഡിയോയുടെ ദൈർഘ്യം കൂടുമെന്നതിനാൽ അതൊന്നും ഇവിടെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അങ്ങ് ദൂരെ കണ്ടോ, അത് സൂര്യകാന്തി. ഒരു കവിയാണ് ഇതിലെ യാത്ര ചെയ്തെങ്കിൽ കവിത എത്ര പെട്ടെന്ന് വന്നെന്ന് ചോദിച്ചാൽ മതി. അത്രയും സുന്ദരമായ സ്ഥലം. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞിരിക്കുന്നു. അല്പ നിമിഷങ്ങൾക്കകം തന്നെ ഹംപിക്കടുത്തുള്ള ഹോസ്പേട്ട് എന്ന റെയിൽവേ സ്റ്റേഷനിലെത്തും. അങ്ങനെ ഹോസ്പേട്ട് എന്ന റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് മൈസൂരിൽ നിന്നും കയറിയ വണ്ടി ഹോസ്പേട്ട്, ഹംപിക്കടുത്തുള്ള ഹോസ്പേട്ട് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ രാവിലെ 7:20. ഇനിയിപ്പോൾ ഇവിടുന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഹംപിയിലേക്കുള്ള ബസ്സിന് പോകണം. രാവിലെ ഹോസ്പേട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഹംപിക്ക് ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുളിയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ചെറിയ പൈസയ്ക്ക് നടത്തി. അപ്പോൾ ഇനി ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇതാണ് ഹോസ്പേട്ട് ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് 15 കിലോമീറ്റർ ഉണ്ട് ഹംപിക്ക്. ഹംപിക്കുള്ള ബസ് വന്നിട്ടില്ല, വരുന്നതേ ഉള്ളൂ. 12ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഹംപിക്കുള്ള ബസ് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും കാത്ത് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ 1-2 പേരൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഈ മൈസൂരിൽ നിന്നും ട്രെയിൻ ഹോസ്പേട്ട് വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ ഒരു ബസ്സിന് കയറി ഹംപിയിലേക്ക് പോകാം. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഈ ഹോസ്പേട്ട് ബസ് സ്റ്റാൻഡിലേക്കുള്ളൂ കേട്ടോ. അപ്പോൾ വിശദമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ ബസ്സൊന്നും അങ്ങോട്ട് പോകുന്നതല്ല, ഇതൊക്കെ വേറെ ഏതോ സ്ഥലത്തേക്കാണ്. ഇവിടുന്ന് ബെല്ലാരിക്കും ഹുബ്ലിക്കും ഒക്കെ ബസ്സുണ്ട്. ഹംപിയിലേക്ക് പോകേണ്ട ട്രാക്ക് ഇതാണ്. അങ്ങനെ ബസ്സിൽ കയറി പറ്റി കനത്ത തിരക്ക്. ഒരു വിധത്തിലാണ് ബാക്ക് ബെഞ്ചിൽ സീറ്റ് കിട്ടിയത്. ഏകദേശം 6-7 കിലോമീറ്റർ സഞ്ചരിച്ചപ്പോഴത്തെ കാഴ്ച ഇതാണ്. ഹംപിയിലെ ഗ്രാമപ്രദേശങ്ങൾ, അതിസുന്ദരമായ കാഴ്ച.
തനി കേരളീയ രീതിയിലുള്ള പ്രദേശങ്ങൾ. വീണ്ടും സഞ്ചാരം തുടർന്നപ്പോൾ ഹംപിയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ആ പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങളുടെ കാഴ്ച പതുക്കെ പതുക്കെ കണ്ടു തുടങ്ങി. വൻ പാറക്കൂട്ടങ്ങൾ, അവിടെ ഇവിടെയൊക്കെയായി ചരിത്ര സ്മാരകങ്ങളുടെ കാഴ്ചകൾ. എത്രയോ കാലമായി വരണമെന്ന് ആഗ്രഹിച്ച ഹംപി എന്ന മഹത്തായ പൗരാണിക പ്രദേശം. അങ്ങനെ അവിടേക്ക് എത്തിയതിന്റെ ആഹ്ലാദത്തിലാണ് എന്റെ മനസ്സ്. ബസ് അങ്ങനെ ഹംപിയുടെ മർമ്മപ്രധാനമായ പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തി. ആകാംക്ഷയോടുകൂടി ഞാൻ ഹംപി കാണുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ബസ് അങ്ങനെ നിർത്തിയിരിക്കുന്നു. എല്ലാവരും ഇറങ്ങുകയാണ് പതുക്കെ പതുക്കെ. ആള് നോക്കി. ഹംപിയിൽ ഇറങ്ങിയപ്പോ ആദ്യത്തെ കാഴ്ച ഇതൊക്കെയാണ്. വലിയൊരു പ്രദേശം, വിരൂപാക്ഷ ക്ഷേത്രവും കാണാം. അങ്ങനെ ഹംപി എന്ന പൗരാണിക നഗരത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ മൈസൂരിൽ നിന്നും ഹംപി വരെയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഹംപിയിലെ പ്രത്യേകിച്ചുള്ള വിശേഷങ്ങൾ, ഹംപിയിലെ ഈ പുരാതന നഗരത്തിൻ്റെ വിശേഷങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ദയവായി ആ സെക്കൻഡ് പാർട്ട് ഹംപിയിലെ വിശേഷങ്ങൾ കാണുന്നതിന് വേണ്ടി നിങ്ങൾ കാണണമെന്ന് ആണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.